കൊച്ചി നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ ഇനി KSRTCയുടെ ഡബിൾ ഡക്കറിൽ ആസ്വദിക്കാം. നഗരത്തിലൂടെയുള്ള ആദ്യ ഡബിൾ ഡക്കർ സർവീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുകളിലത്തെ നിലയിൽ 39 സീറ്റുകളും താഴത്തെ നിലയിൽ 24 സീറ്റുകളും ഉൾപ്പെടെ 63 സീറ്റുകളുള്ള ബസ്സാണ് KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നത്. വിനോദസഞ്ചാരികൾക്ക് കൊച്ചി നഗരത്തിന്റെ രാത്രി സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നതാണ് KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഡബിൾ ഡക്കർ ബസ്. തിരുവനന്തപുരത്തും മൂന്നാറിലും വിജയിച്ച പദ്ധതി കൊച്ചിയിലും ആരംഭം കുറിച്ചു. എറണാകുളം ബോർഡ്ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ആദ്യ സർവീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡബിൾ ഡക്കറിലെ നഗരം ചുറ്റിയുള്ള സഞ്ചാരം യാത്രക്കാർക്ക് നവ്യാനുഭവമായി. ബസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ട് വരും. ഫ്രണ്ട്സ് എനിക്ക് അടുത്തൊന്നും ഇല്ല, പക്ഷെ ദൂരെയാണ്. ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ട് വരാൻ വേണ്ടി നോക്കാം. വൈകിട്ട് 5 മണിക്ക് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നത്. തുടർന്ന് തേവര വഴി തോപ്പുംപടി കോപ്റ്റ് അവന്യൂ വോക്ക് വേയിലെത്തും. മറയൻ ഡ്രൈവ്, ഹൈക്കോടതി, ഗോശ്രീ പാലങ്ങൾ കയറി കാളമുക്ക് ജംഗ്ഷനിൽ എത്തിച്ചേരും. രാത്രി 8 മണിയോടെ തിരികെ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന തരത്തിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുകൾ തട്ടില് 300 രൂപയും താഴെ 150 രൂപയുമാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. മുകളിൽ 39 പേരും താഴെ 24 പേരും ഉൾപ്പെടെ 63 യാത്രികർക്കാണ് ആകെ ഈ യാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുന്നത്. ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ വെഡ്ഡിംഗ് ആനിവേഴ്സറി, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, അങ്ങനെയുള്ള സൗഹൃദ കൂട്ടങ്ങൾക്കെല്ലാം ഒന്നിച്ച് ഈ ബസ് വാടകയ്ക്ക് എടുക്കാനുള്ള സൗകര്യം പകൽ സമയങ്ങളിൽ കൂടി KSRTC നൽകുന്നുണ്ട്. 15,300 രൂപ നൽകി കഴിഞ്ഞാൽ ഈ ബസ് 3 മണിക്കൂറിന്റെ യാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഓടിച്ചിരുന്ന ഓപ്പൺ ടോപ്പ് ബസ്സാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. പദ്ധതി വിജയിച്ചാൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനാണ് KSRTCയുടെ ശ്രമം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.